Okay, Ollie, look at your cake. What cake is that? The pineapple cake. Do you like it? Yes, there's butterflies on it. Yes. You like it? Yes. Kataya. Yes. Yeah. ഇന്ന് നമ്മളുടെ വീടിനടുത്തുള്ള 2 കുട്ടിപ്പട്ടാളത്തിൻ്റെ ബർത്ത്ഡേയ്സ് ആണ് കേട്ടോ. സോ അതിൽ ഫസ്റ്റ് വൺ ഇതിന് മുന്നേ ഒരു ഉത്സവം നടക്കുന്ന ഒരു അമ്പലത്തിൻ്റെ ഒക്കെ ഒരു ഷോട്ട് ഇട്ടുണ്ടായിരുന്നില്ലേ, ആ ഒരു അമ്പലത്തിൻ്റെ അടുത്ത് തന്നെയാണ് കേട്ടോ ഇവരുടെ വീട് വരുന്നത്. സോ ഇത് എൻ്റെ പിതാശ്രീയുടെ കെയർ ഓഫിൽ വന്നൊരു ഓർഡർ ആയിരുന്നു. ഈ കാർട്ടൂൺ ക്യാരക്ടറിനെ എനിക്ക് വലിയ പരിചയമില്ല. നമ്മളുടെ പേജിലും ഈ ഒരു തീമിൽ ഫസ്റ്റ് ടൈമാണ്. അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ചൊന്ന് സെർച്ച് ചെയ്തിട്ടാണ് എനിക്ക് കുറച്ച് റെഫറൻസ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അത് ഞാൻ കസ്റ്റമർക്ക് അയച്ചു കൊടുത്തപ്പോൾ അവർ അതിൽ നിന്നൊരു പിക്ക് ചൂസ് ചെയ്തിട്ട് എനിക്ക് തിരിച്ചയച്ചു തന്നു. അതുപോലെ സെറ്റ് ചെയ്യാമെന്നായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ആ സെയിം കളർ തന്നെ മതി എന്ന് പറഞ്ഞു കേട്ടോ. ലാവണ്ടർ ഷെയ്ഡാണ്, പക്ഷേ ഫോണിലൂടെ നോക്കുമ്പോൾ അത് ലാവണ്ടർ ആയിട്ട് തോന്നില്ല. പക്ഷേ ഡയറക്റ്റ് നോക്കുമ്പം ചെറിയൊരു ഷെയ്ഡ് ഉണ്ട് കേട്ടോ. എന്താണെന്ന് എനിക്കറിയാം, എന്തോ ചില കളേഴ്സുകൾ അങ്ങനെയാണ്. നമുക്ക് ഡയറക്റ്റ് നോക്കുമ്പം അത് സെയിം കളറായിരിക്കും, പക്ഷേ ഫോണിലൂടെ നോക്കുമ്പം അത് വേറെ ഏതോ കളറായിരിക്കും. അപ്പോൾ ഫൈനലി നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു 1 kg ബട്ടർ സ്കോച്ചാണ് ഫ്ലേവർ വരുന്നത്. ടോളാക്കിയിട്ട് ചെയ്തെടുത്തായിരുന്നു. കുറച്ച് ബട്ടർഫ്ലൈസും പിന്നെ ആ ഒരു ക്യാരക്ടറിനെയും വെച്ചിട്ടുള്ളൊരു കേക്ക്. ഇത് കേക്ക് ഡെലിവറി ആയിരുന്നു. അങ്ങനെ നമ്മൾ ഡെലിവറി ഒക്കെ ചെയ്തു. അവരുടെ വീട്ടിലേക്കുള്ള കറക്റ്റ് പാത്ത് എനിക്ക് വലിയ ഐഡിയ ഇല്ല. അതുകൊണ്ട് ഞാൻ അവരുടെ വീടിനടുത്ത് വരെ എത്തിച്ചു. അവരെ വിളിച്ചപ്പോൾ അവർ വന്ന് കളക്ട് ചെയ്തു കേട്ടോ. അത് കഴിഞ്ഞ് കുറേ ദിവസമായി അടുത്തൊരു ക്രേവിങ്സ് വന്നു, ഫ്രൈഡ് റൈസ് ആൻഡ് ചിക്കൻ കറി. അങ്ങനെ നമ്മൾ ഫ്രൈഡ് റൈസും ചിക്കൻ കറിയൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ദെൻ സെക്കൻഡ് കുട്ടിപ്പട്ടാളം വന്നിട്ട് നമ്മളെ വീടിനടുത്തുനിന്ന് കുറച്ചൊന്ന് ലോങ് ആണ് കേട്ടോ, നാട്ടിൽ തന്നെയാണ്. അവർ ചൂസ് ചെയ്തിരുന്ന റെഫറൻസ് ഒനിയൻ പിങ്ക് ഷെയ്ഡിലായിരുന്നു കേക്ക് പറഞ്ഞത്. നമ്മൾ മുന്നേ ചെയ്തൊരു സെയിം റെഫറൻസ് തന്നെയാണ്. ടോപ്പിലൊരു ഫ്ലവർ വെച്ചാൽ മതി എന്നായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് കേക്ക് കാണുമ്പം ഇതല്ലല്ലോ അത് എന്ന് ചിന്തിക്കുന്നവരോട് ഇതൊക്കെ പിന്നെ കസ്റ്റമറുടെ കലാവിരുത്താണ്. അതിന് നമ്മൾ പ്രോത്സാഹിപ്പിക്കണമല്ലോ. കേക്ക് ഒരു 1/2 kg ടോളാക്കി ചെയ്തൊരു റെഡ് വെൽവെറ്റ് ഫ്ലേവർ ആയിരുന്നു കേട്ടോ. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഇന്നത്തെ കേക്ക് സ്റ്റോറി. സോ ഗൈസ്, വീഡിയോസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് അടുത്തിടെ കാണാം.